ഗൾഫ് മേഖലകളിലേക്കുള്ള വിമാനം റദ്ദാക്കുന്നു എയർ ഇന്ത്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോകേണ്ട 3 വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മസ്കറ്റ്, തിരുവനന്തപുരം ഷാർജ, തിരുവനന്തപുരം ദോഹ വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ, ഗുഡ് മോർണിംഗ്. ഈ വ്യോമ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്? ഇപ്പോൾ 3 എയർ ഇന്ത്യ വിമാനം ക്യാൻസൽ ചെയ്ത വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇസ്രയേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലും സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ UAE വ്യോമാതിർത്തി അടച്ചതോടുകൂടിയാണ് ചില വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരപ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 3 എയർ ഇന്ത്യ സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതാ തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് റദ്ദാക്കിയത്. IX 549 എന്ന വിമാനമാണ് റദ്ദാക്കിയത്. ഇന്ന് രാവിലെ 8:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു റദ്ദാക്കിയത്. മറ്റൊന്ന് തിരുവനന്തപുരം ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. IX 585 എന്നതാണ് ഈ വിമാനത്തിന്റെ നമ്പർ. രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു എന്നതാണ് ഈ ചാർട്ടിൽ ഉൾപ്പെടെ വിമാനത്താവളത്തിൽ കാണിക്കുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരം ദോഹ എയർ ഇന്ത്യ വിമാനമാണ്. ഈ 3 വിമാന സർവീസുകളാണ് റദ്ദാക്കിയതായി ഔദ്യോഗികമായി തന്നെ ഈ വിമാനത്താവളത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ചാർട്ടിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. നിരവധി യാത്രക്കാർ ഈ നേരത്തെ തന്നെ യാത്ര തീരുമാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ വിമാനം റദ്ദാക്കിയ കാര്യം അറിഞ്ഞത്. ഈ ഒന്നിലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ വ്യോമാതിർത്തി തുറന്നെങ്കിൽ കൂടിയും ഇത് പൂർവ്വസ്ഥിതിയിലെത്താൻ സമയമെടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടാനെത്തിയ യാത്രക്കാരായിരുന്നു. എങ്ങോട്ടേക്കായിരുന്നു യാത്ര? ഷാർജ. ഇവിടെ വന്നപ്പോഴാണോ പറഞ്ഞത്? ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്താ പഠിക്കാൻ? ഇല്ല, കസിനാണ് പോകുന്നത്, ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. ഇപ്പം എന്താ പറയുക? അപ്പം ക്യാൻസലായി. ഇനി അടുത്ത വെള്ളിയാഴ്ച ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ ടിക്കറ്റ് ബാക്കി അന്വേഷിക്കാൻ പോയിക്കാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലം പാറശാല. നിങ്ങളവിടെ നോക്കിയപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു? ഇപ്പോഴും ഷെഡ്യൂളിലെന്നാണ് കാണിക്കുന്നത്. ആ, ഇവിടെയാണോ ഈ നോട്ട്? ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞു അവർ ക്യാൻസലായെന്ന് പറഞ്ഞു. ഇനി എന്തായാലും അവരിനിപ്പം പോയി ടിക്കറ്റിൻ്റെ ബാക്കി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു? വേറെ എന്തെങ്കിലും അറിയിപ്പ്? വേറെ ഒന്നും ഇല്ല, അറിഞ്ഞില്ല. ക്രിസ്റ്റീന, യാത്രക്കാർ പറയുന്നത് ഇതാണ്. ഈ സൈറ്റിലൊക്കെ തന്നെ ഓൺ ടൈമാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഈ വിമാനം റദ്ദാക്കിയ കാര്യം അറിയുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊരു യാത്രക്കാരൻ കൂടിയുണ്ട്. എങ്ങോട്ടേക്ക് പോകാൻ? ഞാൻ നാഗർകോയിലാണ്. ഖത്തർ ദോഹയ്ക്ക് പോകേണ്ടതാണ്. ഇപ്പോഴാണോ അറിയുന്നത്? ഇപ്പം ജസ്റ്റ് ഒരു 10-20 ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് ഞങ്ങൾക്ക് ക്യാൻസൽ എന്ന് പറയുന്നത്. എന്താ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ? ഒന്നും അറിയില്ല. അവർ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറയുക, റീഷെഡ്യൂൾ ചെയ്തിട്ട് പറയുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു. 3:55 ഫ്ലൈറ്റാണ്. പിന്നെ 6:15 അവർ ബോർഡിംഗ് പാസിൽ ഇട്ട് തന്നത്. അപ്പോൾ അവർ പറഞ്ഞ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇതെല്ലാം ബോർഡിംഗ് പാസ്സൊക്കെ തന്ന് ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അകത്ത് പോയി. പിന്നെ എന്ത് പ്രോബ്ലം എന്നറിയില്ല, അവർ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞു. അകത്ത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണോ? ചെക്ക് ഇൻ ചെയ്തു, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. അവിടെ ലോഞ്ചിൽ ഇരിക്കുന്ന വിമാനമാണ്. എന്ത് പറഞ്ഞിട്ടാണ് ക്യാൻസൽ ചെയ്തത്? റീസൺ അറിയില്ല, എന്താണെന്ന് അറിയില്ല. അവിടുത്തെ ബാർ പ്രശ്നങ്ങളായിരിക്കും, എന്തായാലും അറിയില്ല. ഇത് അടുത്ത ടൈം എങ്ങനെയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് പറയുന്നില്ല. അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയും. എന്തെങ്കിലും എമർജൻസി ആയിരുന്നു? എനിക്ക് ഒരു ചെറിയ എമർജൻസി. എൻ്റെ ഭാര്യയും ഒരു മോനും അവിടെ ഉണ്ട്. ഞാനും ഒരു മോനും 3 ദിവസം അവധിക്ക് വന്നതാണ്. ഒരു ചെറിയ കാര്യത്തിനായിട്ട് വന്നതാണ്. അപ്പം എൻ്റെ ഒരു മോനും ഭാര്യയും അവിടെ, ഞാനും ഒരു മോനും ഇവിടെ. അതാണ്. ക്രിസ്റ്റീന, ഈ യാത്രക്കാരെ ഈ യുദ്ധം പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സൈറ്റുകളിലൊക്കെ തന്നെ ഈ വിമാനത്തിന്റെ സമയം ഓൺ ടൈമാണ് കാണിക്കുന്നത്. പക്ഷേ ഈ നിരവധി യാത്രക്കാർ ഈ വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് വിമാനം റദ്ദാക്കിയ കാര്യം അറിയുന്നത്. അങ്ങനെ ഇത് ഇനി അടുത്ത ഷെഡ്യൂൾ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അറിയിപ്പ് തന്നെ യാത്രക്കാർക്ക് നൽകിയിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്ന കാര്യം, നിലവിൽ UAE വ്യോമാതിർത്തി തുറന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകളൊക്കെ തന്നെ പൂർവ്വസ്ഥിതിയിൽ എത്തുമെന്ന വിശദീകരണമാണ് ഈ വിമാനത്താവള അധികൃതർ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ രാവിലെയോടുകൂടി തന്നെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനെത്തിയ യാത്രക്കാരാണ് വലഞ്ഞിരിക്കുന്നത്. അവർക്ക് മുൻകൂട്ടി അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നതാണ് യാത്രക്കാർ പറയുന്ന കാര്യം. ഇപ്പോൾ ഈ വിമാനത്താവള അധികൃതർ അറിയിക്കുന്ന അറിയിപ്പ്, ഈ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ കൃത്യമായി അവരുടെ ഏത് വിമാനത്തിലാണോ പോകുന്നത് അവരുടെ അറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് വേണം വിമാനത്താവളത്തിൽ എത്താൻ
നടത്താൻ എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. ശരി, എം ജി പ്രദേശ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഗൾഫ് മേഖലയിലേക്കുള്ള 3 വിമാനങ്ങളാണ് അവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മസ്കറ്റ്, തിരുവനന്തപുരം ഷാർജ, തിരുവനന്തപുരം ദോഹ വിമാനങ്ങളാണ്, അതിന്റെ സർവീസുകളാണ് അവിടെ നിന്ന് റദ്ദാക്കിയിരിക്കുന്നത്. എന്താണ് കൊച്ചിയിലെ സാഹചര്യം എന്നുകൂടി പരിശോധിക്കേണ്ടത്. നമുക്ക് അതിനു മുമ്പ് കോഴിക്കോട് നിന്നുള്ള ഒരു അപ്ഡേറ്റിലേക്ക് കൂടെ പോകണം. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് വിവിധ ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ഖത്തർ എയർവേസിന്റെ ചൊവ്വാഴ്ച പുലർച്ചെ 2:30 കരിപ്പൂരിലെത്തി 3:35 ദോഹയിലേക്ക് മടങ്ങാനുള്ള വിമാനം റദ്ദാക്കിയിട്ടുണ്ട് എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട് നിന്ന് വിവിധ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന സർവീസുകളുടെ കാര്യത്തിൽ യാത്രക്കാർ ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മധ്യപൂർവേഷ്യയിലെ സാഹചര്യം പ്രമാണിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നതായി ഇൻഡിഗോ വിമാന കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർ നേരിടുന്ന അസൗകര്യത്തിന് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്.